പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന കാര്യം ആലോചിച്ചുകൊണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ചിന്താമണി. ഇതോടെ ചിന്താമണി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. പക്ഷേ ചിന്താമണിയുടെ അമ്മ ചിന്താമണിയെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ ശക്തമാക്കിയിട്ടുണ്ട്. നീ പേടിക്കാതെ കൂടെ നിന്നു തന്നാൽ മാത്രം മതി. ഇത് കേട്ടതിനെ തുടർന്ന് ചിന്താമണി അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായതിനെ തുടർന്ന് സുമതിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇന്ദുജ. സുമതിയോട് തൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്ന ഇന്ദുജ തൻ്റെ കൂടെ നിന്നാൽ പൈസ ലഭിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് സുമതിക്ക്. സുമതി, ഇതോടെ ഞാൻ കൂടെ നിൽക്കാം. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. പോരെ, മതി. ഇപ്പോൾ മീനുവിൻ്റെയും അതുപോലെ തന്നെ സൂരജിൻ്റെയും വിവാഹം നടക്കരുത്, അതല്ലേ? നമുക്കതിനൊരു വഴിയുണ്ടാക്കാം. ഞാനും കൃത്യമായ പ്ലാനുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് തിരിച്ചടിക്കണം. ഇതോടെ ഇന്ദുജ സുമതിയോട് പറയുകയാണ്, നീ എന്നെ ചതിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ വിവരമറിയും. ഞാൻ എന്തിനാണ് നിങ്ങളെ ചതിക്കുന്നത്? എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ആ മീനുവിനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഞാനും വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത് എന്നതാണ് സത്യം. ഈ അവസരം വിട്ടുകളയാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. ഒരുമിച്ച് നിന്നാൽ ലാഭം രണ്ടു പേർക്കുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങുമായി നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും. ഇതേ തുടർന്ന് ചിന്താമണിയെ ചെന്ന് കാണുന്ന ചിന്താമണിയുടെ അമ്മ ഇന്ദുജിയുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇന്ദുജിയെ മുൻനിർത്തി നമ്മൾ കളിക്കും. മാത്രവുമല്ല, അതോടെ വിവാഹം മുടങ്ങുകയും ചെയ്യും. അതിനുശേഷം നിന്റെയും സൂരജിൻ്റെയും വിവാഹം നമ്മൾ നടത്തും. അതിൽ യാതൊരു സംശയവും വേണ്ട. കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.